കലി. രചനാവതരണം നന്ദു അച്ചു കൃഷ്ണ. മിത്തുമോളെ ജീവിതത്തിലേക്ക് കൂട്ടിയ ശേഷമാണ് അവനെ പിന്നെയും ഒരിക്കൽ കൂടി സമാധാനമായിട്ട് കണ്ടു തുടങ്ങിയത്. അതിനു മുൻപുള്ള കുറെ വർഷങ്ങളിൽ അവനെ ഒന്ന് ചിരിച്ചുപോലും കണ്ടിട്ടില്ല. അന്നൊക്കെ മോളും അവനും മാത്രമുള്ള ഒരു ലോകമായിരുന്നു. അവിടെ മറ്റാർക്കും പ്രവേശനവുമില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവനായതെല്ലാം മറ്റുള്ളവർക്ക് നിഷേധിച്ചിരിക്കുകയായിരുന്നു. എന്തിനേറെ സതിയെ പോലും അടുപ്പിച്ചിരുന്നില്ല. കാരണം സ്നേഹ അവനെ അത്രത്തോളം തകർത്തായിരുന്നു പോയത്. അല്ലേലും സ്വന്തം കുഞ്ഞിനെ ചുമക്കാൻ ഭർത്താവിന്റെ അന്നുവരെയുള്ള സമ്പാദ്യം മുഴുവനും കയ്യിൽ കിട്ടണമെന്ന് വാശി പിടിച്ചൊരു ഭാര്യയുള്ളവൻ പിന്നെ എങ്ങനെ നന്നായി പെരുമാറും? നീലനൊന്ന് നെടുവീർപ്പെട്ടു. പക്ഷെ ഈ പോയ മാസങ്ങൾ അതൊരു അത്ഭുതം തന്നെയായിരുന്നു. മൂടിക്കെട്ടി എല്ലാവരുടെ ദേഷ്യവും അമർഷവും തീർത്തുകൊണ്ടിരുന്നവൻ പുഞ്ചിരിക്കാൻ തുടങ്ങി. തന്നോടും സതിയോടുമൊക്കെ അവന്റെ മനസ്സിലുള്ളതെല്ലാം തുറന്ന് സംസാരിച്ചു തുടങ്ങി. സങ്കടം വരുമ്പോൾ തന്റെ തോളിലും അമ്മയുടെ മടിത്തട്ടിലും ആശ്രയം തേടി. ഇത്രയുമൊക്കെ എല്ലാ മാതാപിതാക്കളും മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. സ്വന്തം മക്കള് അവരെ നോക്കി മനസ്സ് തുറന്നൊന്ന് ചിരിക്കുക, ഉള്ളു തുറന്ന് സംസാരിക്കുക. അത്രയുമൊക്കെ ചെയ്താൽ തന്നെ അവർക്കത് ധാരാളമാണ്. ആത്മനിർവൃതിയോടെ ചിന്തകളൊക്കെ ഒഴിഞ്ഞ് നീലൻ സെറ്റിയിലേക്ക് ചാരിയിരുന്നു. അപ്പോഴും ശ്രീ പഴയ ഭാവത്തിൽ തന്നെ ഇരിക്കുകയാണ്. ആളിപ്പോഴും പരിഭവം വിട്ടിട്ടില്ല. കുറച്ചുനാൾ മുന്നേ വരെ മോളും കുഞ്ഞും ഇവിടെയുള്ളപ്പോ മിക്കവാറും സതിയുടെ കൂടെയാകും കിടപ്പ്. അപ്പോ ഒന്നല്ലെങ്കിൽ താൻ ഗസ്റ്റ് റൂമിലോ ദിവാനിലോ വന്ന് കിടക്കും, ശ്രീ പോയി സ്വന്തം റൂമിലും. ഇതിപ്പോ ആദ്യമായാണ് ഇങ്ങനെയൊരു സംഭവം. ഡാ, നീ എന്താ ആലോചിച്ച് കൂട്ടുന്നേ? ഒന്നുമില്ല. എങ്കിൽ പിന്നെ പോയി കിടന്നൂടെ? ഞാനും പോയി കിടക്കട്ടെ, നല്ല ക്ഷീണം. കൈയൊക്കെ വിടർത്തി നീലൻ എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയതും ശ്രീ അയാളുടെ കയ്യിൽ കയറി പിടിച്ചു. അച്ഛൻ അങ്ങനെ സ്വന്തം മുറിയിൽ പോയി കൊച്ചുമോളെയും കെട്ടിപ്പിടിച്ച് കിടക്കണ്ട, എന്റെ കൂടെ വന്ന് കിടന്നാൽ മതി. അല്ല പിന്നെ. ശ്രീ നീലന്റെ ഒപ്പം ഗസ്റ്റ് റൂമിൽ പോയി കിടന്നു കുറെ നേരമായിട്ടും രണ്ടുപേരും മൗനം തന്നെയായിരുന്നു. അത് ഭേദിച്ചത് നീലനും. ശ്രീകുട്ടാ, പറഞ്ഞു അച്ഛാ. നീ ഇപ്പോൾ സന്തോഷവാനാണെന്നൊന്നും അച്ഛൻ ചോദിക്കുന്നില്ല. പക്ഷെ ഇപ്പൊ എന്റെ മോന്റെ സന്തോഷങ്ങൾ എന്തു തന്നെ ആയാലും അതൊരിക്കലും സ്വന്തം പ്രവൃത്തി ദോഷത്തിൽ നശിച്ചു പോകാൻ സമ്മതിക്കരുത്. അറിയാ അച്ഛാ, ജീവിതം എനിക്കൊരു അവസരം കൂടി തന്നത് അതാണെന്നുള്ള ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനായിട്ട് അതിനെ നശിപ്പിക്കില്ല, ആരെയും നശിപ്പിക്കാൻ സമ്മതിക്കുകയില്ല. വാക്ക്. അത് പറയുമ്പോൾ വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു അവനിൽ. പിന്നെയും കുറെ നേരം അവർ കാര്യം പറഞ്ഞു കിടന്നു. കുറച്ചു കഴിഞ്ഞ് മറുപടി ഒന്നുമില്ലാതെ വന്നപ്പോൾ ശ്രീ ചരിഞ്ഞു നോക്കി. അച്ഛൻ ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ അച്ഛനുമായിട്ട്. അമ്മയോടൊപ്പം സാധാരണ ഒരുപാട് സമയം ചിലവഴിക്കാറുണ്ട്. പക്ഷെ അച്ഛനോടെന്തോ അങ്ങനൊന്നും പറ്റാറില്ല. ഇന്നിപ്പോൾ അവള് കാരണം അതും സാധിച്ചു. അല്ലേലും അവള് വന്നതിന് ശേഷം അന്നൊന്നുമില്ലാത്ത ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഇന്നതിൽ ഒന്നുകൂടി ചേർന്നു എന്ന് മാത്രം. അവളോടുള്ള ഇഷ്ടം ഉള്ളിലോട്ടങ്ങ് അടിച്ചു കയറിയിട്ട് നാളിമ്മണിയായി. പക്ഷെ എന്തൊക്കെയോ അപകർഷതാബോധം കാരണം അത് പുറത്തേക്ക് വരാതെ മനസ്സിൽ ഇങ്ങനെ തത്തിക്കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വില്ലന്റെ ആഗമനം. ശരിക്കും പറഞ്ഞാൽ അവനിൽ താനൊരു വില്ലൻ പരിവേഷം കാണാൻ തുടങ്ങിയപ്പോഴാണ് അങ്ങനെ തനിക്ക് തോന്നാൻ കാരണം എന്താന്ന് സ്വയം ചോദിച്ചു തുടങ്ങിയത്. അവിടെ ഹൃദയവും ബുദ്ധിയും മത്സരിച്ചു തുടങ്ങി. അവര് തമ്മിലുള്ള മത്സരത്തിൽ അവസാനം എപ്പോഴോ മനസ്സ് പറഞ്ഞു, ദേവയോടുള്ളത് വെറും ഇഷ്ടമല്ല, മറിച്ച് പ്രണയമാണെന്ന്. ആ പ്രണയമാണ് തന്നെ കൊണ്ട് ആര്യനെ വില്ലനാക്കിയതും വിട്ടുകൊടുക്കാതെ ദേവയെ നെഞ്ചിലേറ്റിച്ചതും. സത്യം ദേവ, എനിക്ക് നിന്നോട് പ്രണയമാണ്, അതും അളക്കാനാകാത്ത വിധം അദമ്യമായി. എന്താടാ ഉറക്കത്തിൽ കിടന്ന് പെച്ചും പേയും പറയുന്നേ? അച്ഛന്റെ ഒച്ച കേട്ടപ്പോഴാണ് മനസ്സിൽ പറഞ്ഞ ശബ്ദം കൂടിപ്പോയെന്ന് മനസ്സിലായത്. അവൻ സൈഡിലേക്ക് തിരിഞ്ഞു കിടന്നു. അവളോട് തനിക്കുള്ളത് പ്രണയമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മുതൽ വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പിന്നെ അതൊന്ന് അവളോട് പറയാനായിട്ടുള്ള നട്ടം തിരിയലും. പക്ഷേ അവസരം ഒത്തുവന്നില്ല. പക്ഷെ എങ്ങനെയാണെന്നറിയില്ല, തന്റെ ഉള്ളിലുള്ളത് അമ്മ കൃത്യമായി കണ്ടുപിടിച്ചു. ഒരുപക്ഷെ കണ്ണുകളാവും ചതിച്ചിട്ടുണ്ടാവുക. കാരണം എന്നെ അറിയുന്ന ആർക്കും എന്റെ കണ്ണുകൾ അവളിൽ പതിയുമ്പോഴുള്ള മാറ്റങ്ങൾ സ്പഷ്ടമാണ്. അങ്ങനെയെന്നു ദേവ സന്തോഷങ്ങളെ കാണാൻ പോയ നേരത്ത് അമ്മ എന്നോട് അവളെപ്പറ്റി ചോദിച്ചു. ശ്രീകുട്ടാ, എന്തോ? ഉള്ളിൽ എന്റെ കൊച്ചു കയറി താമസം തുടങ്ങിയോടാ? സതി ഒന്ന് കളിയാക്കിക്കൊണ്ട് കാപ്പിക്കുള്ള വെള്ളം ഗ്ലാസ്സിലേക്ക് വെച്ചു. അത് കേട്ടവൻ ചിരിച്ചുപോയി. പിന്നെ അമ്മയെ നോക്കിക്കൊണ്ട് സ്ലാബിലേക്ക് കയറിയിരുന്നു. സൈഡിലെ ഡപ്പ തുറന്ന് ലഡുവിന്റെ ഒരു പീസ് കടിച്ച് അമ്മയെ നോക്കി കണ്ണിറുക്കി. വെറും താമസമല്ല മോളെ സതിക്കുട്ടി, ഫ്ലാറ്റും കെട്ടി അവള് താമസം തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ കാര്യമൊന്നും ഇല്ലെന്നാ അമ്മ തോന്നുന്നേ. അമ്മയുടെ മോക്കെ എന്നോട് ഈ പറയുന്ന പോലെ ഒരു സാധനവും ഇല്ലെന്നാ തോന്നുന്നേ. എങ്ങനെ ഞാൻ അടുക്കാൻ നോക്കിയാലും അവളുടെ ഭാഗത്തു നിന്ന് ഒരു കുലുക്കവും ഇല്ല ഡിയർ മദർ. അല്പം നാടകീയത കലർത്തിയാണ് അവനത് പറഞ്ഞതെങ്കിലും
ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സങ്കടം അവന്റെ വാക്കുകളിൽ നന്നായി നിഴലിച്ചിരുന്നു. ഏയ്, എന്താടാ, നീ ഇത്രയുള്ളോ? അവന്റെ സങ്കടം കണ്ടതും ഉള്ളിൽ തെരുപ്പെട്ട വിഷമം പുറത്തു കാണിക്കാതെ സ്വതസിദ്ധമായ ഒരു പുഞ്ചിരി അണിഞ്ഞ് സതി അവന്റെ കയ്യിലൊന്ന് തട്ടി. ശ്രീകുട്ടാ, അവള് അവളെ നിനക്കറിയില്ലേടാ മോനെ. എന്തൊരു സങ്കടം നിന്ന കുഞ്ഞാടാ മോനെ അത്. അതറിയാം അമ്മേ, അതൊന്നും അറിയാതെയല്ല. എന്നാലും ഒരെന്നാലും വേണ്ട. ഇന്നല്ലേ നാളെ അവൾക്ക് നിന്നെ മനസ്സിലാകും. അന്ന് എന്റെ കുഞ്ഞിന്റെ സങ്കടമൊക്കെ മാറും കേട്ടോ. സതി മോനെ ചിരിച്ചുകൊണ്ട് സമാധാനിപ്പിച്ചു. അവൾക്ക് അവൾക്ക് എന്നെ മനസ്സിലാവില്ലേ അമ്മേ? പിന്നില്ലേ, ഉറപ്പായും മനസ്സിലാവും. അന്ന് അന്ന് മാത്രം നീ നിന്റെ ഇഷ്ടം അവളോട് പറയണം. അതുവരെ ഒരു നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പോലും മോന്റെ സ്നേഹം അവളോട് പറഞ്ഞു നോവിക്കരുത്. സതി ഒന്ന് തലയാട്ടി ചോദിച്ചതും അവനും മറുപടിയായി തലയാട്ടി. അത് ഒരമ്മയുടെ മുന്നറിയിപ്പ് മാത്രമായിരുന്നില്ല, മറിച്ച് സ്വന്തം മകളോടുള്ള ആശങ്കയും കരുതലും കൂടിയായിരുന്നു. അങ്ങനെ അന്നു മുതൽ ഒരു കാത്തിരിപ്പായിരുന്നു. ആദ്യമൊക്കെ തന്റെ സാമീപ്യം അസ്വസ്ഥമാക്കിയിരുന്നവളെ പതിയെ പതിയെ തന്റെ സാന്നിധ്യം ബാധിക്കാതെ ഇരിക്കാൻ തുടങ്ങി. അത് പലപ്പോഴും പ്രകടമായി തന്നെ അവൾ അറിയാതെ പുറത്തു വന്നു. അന്ന് വരെ എന്തിനും ഏതിനും അമ്മയുടെ പുറകെ മാത്രം നടന്നവൾ അവിടം മുതൽ എനിക്കൊപ്പം പിച്ചുവെക്കാൻ തുടങ്ങി. പോകെ പോകെ കിടക്കാനായി അങ്കിളിനരികിലേക്ക് പോയാലും മണിക്കൂർ ഒന്നു തികയും മുന്നേ വിളികൾ വന്നു തുടങ്ങി. അങ്ങനെ അവൾക്കുള്ളിൽ താൻ എവിടെയോ ഉണ്ടെന്നുള്ള ബോധ്യം വന്നു. അതുകൊണ്ട് മാത്രമായിരുന്നു ഇന്ന് ഇങ്ങനെയൊരു സാഹസം. പക്ഷെ അത് തനിക്ക് നൽകിയ സന്തോഷം ചെറുതൊന്നുമായിരുന്നില്ല. വെറും ഒരു കുസൃതിക്കായി തുടങ്ങിയതായിരുന്നു. മിണ്ടാപ്പൂച്ചയെ പോലെ ഇരുന്നവൾ അമ്മയ്ക്ക് മുന്നിൽ തന്റെ കുറ്റവും കുറയും പറയുന്ന കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇവൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയാമോ എന്ന് അമ്പരന്ന് താഴേക്ക് വരുമ്പോഴാണ് രാവണനെന്നും രാക്ഷസനെന്നും ഒക്കെയുള്ള വിളികൾ കേൾക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കേൾക്കെ ദേഷ്യമാണ് വരേണ്ടത്. ഒരു പക്ഷേ പണ്ടത്തെ ഞാനായിരുന്നെങ്കിൽ പോലും അവളുടെ കാര്യം പോലും തീരുമാനമായേനെ. പക്ഷെ ഇവിടെ ഇപ്പോ തിരിച്ചാ ഉണ്ടായത്. അവളുടെ വാക്കുകൾക്കും അപ്പുറം താൻ കണ്ടത് അവളുടെ കൂർപ്പിച്ച ചുണ്ടും ദേഷ്യം വരുമ്പോൾ ചുവക്കുന്ന മൂക്കും ഇടയ്ക്കിടെ അമ്മയെ നോക്കുമ്പോൾ വിടരുന്ന കണ്ണുകളുമൊക്കെയാണ്. ഒരു നിമിഷം പ്രേമവിവശനായി നിന്നുപോയി. അങ്ങനെ തന്നെയാണ് അവൾക്കരികിലേക്ക് ചെന്നതും. പക്ഷെ പെട്ടെന്ന് തന്നെ അവിടെ കണ്ട് പേടിച്ചു നിൽക്കുന്നവളോട് കണ്ണുരുട്ടി കൂടുതൽ പേടിപ്പിക്കാനാണ് തോന്നിയത്. പക്ഷെ അത് പെണ്ണിന്റെ പേടി ഭയങ്കരമായി കൂട്ടി. പതിവ് പോലെ അമ്മയ്ക്ക് ചുറ്റും പെണ്ണ് ഉപഗ്രഹം പോലെ കറങ്ങാനും തുടങ്ങി. ഒരു വിധത്തിലും അവളെ അടുത്ത് കിട്ടില്ലെന്ന് ഉറപ്പായതുകൊണ്ടാണ് അങ്ങനെയൊരു നുണ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയത്. താൻ മുറിയില്ലെന്ന ഇല്ല എന്നറിഞ്ഞാൽ പെണ്ണ് ഉറപ്പായും സാരി മാറാൻ പോകുമെന്നറിയാമായിരുന്നു. അതായിരുന്നു തനിക്കും ആവശ്യം. അവളുടെ കുറുമ്പിന് പകരമായി ചെറുതായി ഒന്ന് പേടിപ്പിക്കണം. പിന്നെ പിന്നെ ആ ഓർമ്മയിൽ പോലും അവൻ പുഞ്ചിരിച്ചു. മുറിയിലേക്ക് പോകുമ്പോൾ അത്രയൊക്കെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പെണ്ണിനെ തനിക്കായി മാത്രം അടുത്തു കിട്ടിയതും ഹൃദയം താളം തെറ്റാൻ തുടങ്ങി. പിന്നെ നടന്നൊക്കെ ഉള്ളിലുള്ള സ്നേഹത്തിന്റെ പല നിറങ്ങളായിരുന്നു. ചിലതൊക്കെ നേർത്ത ചായങ്ങളായിരുന്നെങ്കിൽ അവളിലെ പിടപ്പും ചൂടും തന്നിൽ തീർത്തത് ചെഞ്ചോപ്പിന്റെ കടുത്ത ശകലങ്ങളായിരുന്നു. എന്തോ കൈവിട്ടുപോയി. അവളിലെ പെണ്ണിടയ്ക്കൊന്ന് കൊഞ്ചിയപ്പോൾ താൻ തന്നെ തന്നെ മറന്നുപോയി എന്ന് പറയാം. പെണ്ണുടൽ തീർക്കും മാന്ത്രികതയിൽ മറ്റാരോ ആയി മാറാൻ തുടങ്ങിയിരുന്നു. അതുവരെ അടക്കി നിർത്തിയ പലതും പ്രകടമായി പുറത്തേക്കൊഴുകി. തടയാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആഗ്രഹിച്ചില്ലെന്ന് പറയുന്നതാവും കൂടുതൽ ശരി. വാടിയ താമരത്തണ്ടുപോലെ തന്റെ നെഞ്ചിലായി തളർന്നു വീണവളെ കൽപ്പാന്ത കാലത്തോളം ഹൃത്തിലേക്ക് ചേർത്ത് പിടിച്ച് ശിലയായി മാറാനായിരുന്നു ആ നിമിഷം ഉള്ളം തുടിച്ചത്. അത്രയ്ക്കും അവൾ പ്രാണനിൽ അലിഞ്ഞു ചേർന്നിരുന്നു. അങ്ങനെ ഉള്ളിൽ അവളറിയാതെ മൂടിവെച്ച മുഴുവൻ പ്രണയവും പുറത്തേക്ക് വന്നപ്പോൾ ആ കവിളിൽ ചുടുചുംബനമായി താൻ തന്നെ നൽകി പോവുകയായിരുന്നു. ആ നിമിഷം അവളിൽ നിന്ന് ഉയർന്ന നേർത്ത ശബ്ദത്തിന് പോലും തന്നെ അവൾക്ക് അടിമയാക്കാൻ കഴിവുണ്ടായിരുന്നു. തന്റെ പെണ്ണ്, തന്റെ മാത്രം ദേവ. അപ്പൊ കാണാവേ, അടുത്ത ഭാഗവുമായിട്ട് പെട്ടെന്ന് വരാം. കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. നന്ദി.